Empowering minds and shaping futures, Lakshmi Narayana Arts and Science College, Mayanur offers top-notch education, experienced faculty, modern facilities and a vibrant campus life. Join us for a journey of learning, growth and success. Admissions open, Lakshmi Narayana Arts and Science College, Mayanur. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ മതിയായ ഡോക്ടർമാർ ഇല്ലാത്തത് രോഗികളെ ബുദ്ധിമുട്ടിലാഴ്ത്തുന്നു. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ ക്യൂ നിന്ന് വലഞ്ഞ രോഗികൾ. വൈകുന്നേരം എത്തിയ രോഗികൾ മണിക്കൂറുകളോളം വരി നിന്നാണ് ഡോക്ടറെ കണ്ടത്. 50-ലധികം രോഗികളാണ് രാത്രി 7 മണിക്ക് ശേഷവും വരിയിൽ നിന്നിരുന്നത്. ഇതിൽ വൈകുന്നേരം 4 മണിക്ക് ടോക്കൺ എടുത്ത് നിൽക്കുന്നവരടക്കമുണ്ടെന്നാണ് വാസ്തവം. ഈവനിംഗ് OP നിർത്തിയതോടെ 1 മണിക്ക് ശേഷം എത്തുന്ന രോഗികളെല്ലാം കാഷ്വാലിറ്റിയിൽ വേണം ചികിത്സ തേടാൻ. നിലവിൽ കാഷ്വാലിറ്റിയിലെ ഒരു ഡോക്ടറുടെ സേവനം മാത്രമേ ലഭ്യമാകുന്നുള്ളൂ. ഇതിനിടയിലെത്തുന്ന അത്യാഹിത കേസുകൾക്ക് മുൻഗണന നൽകി കഴിയുമ്പോൾ വരി നിൽക്കുന്നവർ ദീർഘനേരം നിൽക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. ഈവനിംഗ് OP നിർത്തലാക്കിയിട്ട് 3 ആഴ്ചയിൽ അധികമായി. നായ കടിച്ച വാക്സിനേഷൻ ഉൾപ്പെടെ എടുക്കുന്നവർ മണിക്കൂറുകളോളം വരി നിൽക്കേണ്ട അവസ്ഥയാണെന്നും ഇത്തരത്തിലാണെങ്കിൽ രോഗികളെല്ലാം പ്രൈവറ്റ് ആശുപത്രിയെ സമീപിക്കേണ്ടി വരുമെന്നും രോഗികൾ പറഞ്ഞു. ഞാനൊരു 4:15 എത്തിയതാണ് ഹോസ്പിറ്റലിലേക്ക്. ഇതുവരെയായിട്ട് ഡോക്ടറെ കാണാൻ പറ്റിയിട്ടില്ല. ആകെ ഒരൊറ്റ ഡോക്ടറേ ഉള്ളൂ. ആളാണെന്ന് വെച്ചാൽ ഭയങ്കര ലേഗായിട്ടാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 7:30-8 മണിയാവാൻ പോവുകയാണ്. ഇതുവരെ കാണിച്ചിട്ടില്ല. ഇനി ആൾക്കാർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യേണ്ടതെന്ന് അറിയില്ല. എല്ലാ ആൾക്കാരും പെയിനായിട്ട് നിൽക്കുന്ന ആൾക്കാരും ഉണ്ട്, ഒരുപാട് സാധാരണക്കാരും ഉണ്ട്. എല്ലാവരും നായ അടിച്ച ആൾക്കാരെ അടക്കം വാക്സിനേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല. ഇങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് ആരും വരില്ല. എല്ലാവരും പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. പിന്നെ എല്ലാവരും പോകേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ ഇന്നത്തെ ഒരു അവസ്ഥ. വൈകുന്നേരങ്ങളിൽ രോഗികളുടെ വർധനവുണ്ടാകുന്ന സാഹചര്യത്തിൽ ഒരു ഡോക്ടറുടെ സേവനം മാത്രമാകുമ്പോൾ അത് ബുദ്ധിമുട്ടുണ്ടാക്കുകയാണെന്നും എത്രയും പെട്ടെന്ന് ആവശ്യമായ ഡോക്ടർമാരെ നിയമിക്കണമെന്നും നാട്ടുകാർ പറയുന്നു. സൗകര്യങ്ങൾ ഉണ്ടായിട്ടും അത് ഉപയോഗപ്പെടുത്തുന്നതിനുള്ള സംവിധാനം ഇല്ലാത്തത് വളരെ ബുദ്ധിമുട്ടാണെന്നും നാട്ടുകാർ പറഞ്ഞു. ഇവിടെ ഉള്ളൊരു ബുദ്ധിമുട്ട്, ഇപ്പോൾ ഞാനിവിടെ എമർജൻസി ഒരു കേസായിട്ട് വന്നതാണ്. അവിടുത്തെ ഡോക്ടർമാർ മാക്സിമം ഒരു ഡോക്ടറെയാണ് ആകെ ഈ സമയത്തുള്ളൂ. അദ്ദേഹത്തിന് ചെയ്യാവുന്ന ഒരു പരിമിതി, രോഗികളുടെ ആധിക്യം അത്രയധികമാണ്. എമർജൻസി ആയിട്ടുള്ള കേസുകൾ വരികയാണ്. അപ്പോൾ ഒരു ഡോക്ടറെ കൊണ്ട് മാത്രം ഒറ്റയ്ക്ക് ഇത് കൈകാര്യം ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ എത്രയും പെട്ടെന്ന് ഇവിടെ കൂടുതൽ ആവശ്യമായ ഡോക്ടർമാരെ നിയമിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു അടിയന്തരമായിട്ടുള്ള ഇടപെടലാണ് ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടത്. കാരണം വ്യാപകമായിട്ടുള്ള പകർച്ചവ്യാധികൾ ഇതൊക്കെ ആയിട്ട് ആളുകൾ എമർജൻസി ആയിട്ട് വരുമ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള ചികിത്സ ഇവിടെ കൊടുക്കാനുള്ള സംവിധാനം, ഇത്രയും സൗകര്യങ്ങൾ ഈ ഹോസ്പിറ്റലുണ്ട്. അത് ഉപയോഗപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള സ്റ്റാഫ് ഡോക്ടർമാരില്ല എന്നത് വലിയൊരു ബുദ്ധിമുട്ടാണ്. അത് അടിയന്തരമായിട്ട് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇടപെടൽ ബന്ധപ്പെട്ട